ഹലോ. അപ്പോൾ ദാ 3 ദിവസത്തെ ലീവിന് ശേഷം ഇന്ന് മക്കൾ നേരെ സ്കൂളിലേക്ക് പോവാണ്. അപ്പോൾ രാവിലത്തെ നമ്മളെ കുറച്ച് മോർണിംഗ് വിശേഷങ്ങളൊക്കെ കണ്ടാൽ. അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ ഉണ്ടാക്കിയതിൽ ബാക്കി കുറച്ച് മാവുണ്ട് കേട്ടോ, ചപ്പാത്തി മാവ്. അപ്പോൾ അത് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അപ്പോൾ നമുക്ക് കറി അതിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഉപ്പ് മാത്രം ഇട്ടിട്ട് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാകുമ്പോൾ പെട്ടെന്ന് എളുപ്പമാണല്ലോ, പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ മക്കൾക്ക് സ്കൂളിലേക്ക് അതന്നെ കൊടുത്തു വിടുകയും ചെയ്യും. വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ, പക്ഷെ എന്നാലും ഞാൻ ഉണ്ടാക്കി കൊടുത്തു വിടാറുണ്ട്, അങ്ങനെയെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അത് കുക്കറിലേക്ക് വേവിക്കാൻ വെച്ച ശേഷം പിന്നെ ഞാൻ അടുപ്പത്ത് തന്നെ ഇതാ തീ കത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഞ്ഞിക്കലം മാറ്റിയിട്ട് അടുപ്പത്ത് തന്നെ ഇതാ ചപ്പാത്തിയും കൂടി ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ചപ്പാത്തി പരത്തലും ചുടലും ഒക്കെ ഒരുമിച്ചാണ് ചെയ്യുന്നത്, അല്ലാതെ ആദ്യം പരത്തി വെച്ചിട്ട് പിന്നെ ചുടാൻ നിൽക്കുമ്പോൾ വെറുതെ നിൽക്കണമല്ലോ. അപ്പോൾ ഇതാകുമ്പോൾ പരത്തലും ചുടലും ഇതൊക്കെ ഇടയ്ക്കൊരു കൈ കൊണ്ട് മറിച്ചിട്ടാൽ മതിയല്ലോ. അങ്ങനെ ചപ്പാത്തിയൊക്കെ ഇതാ അവിടെ ചുട്ടെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇതാ മക്കൾക്കും എനിക്കും എല്ലാവർക്കും ഉള്ള ചായ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു മദർസ് വിട്ട് വരാൻ നേരത്താണ് ഞാൻ വെക്കാറുള്ളൂ, അപ്പോൾ ചെറിയൊരു ചൂടുണ്ടാവുകയും ചെയ്യും. അപ്പോൾ നേരത്തെ തന്നെ വെച്ച് വെച്ചാൽ എന്തായാലും ചൂടാറുള്ളൂ. പിന്നെ ചായ തിളക്കാൻ അധികം ടൈമൊന്നും വേണ്ട. ചായ തിളച്ച് പൊടിയൊക്കെ ഇട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതാ അടുപ്പത്ത് തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് ഒന്നുമില്ല, കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് സവാളയും പച്ചമുളകും തക്കാളിയും കൂടി ഇടുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ, വേറെ മസാലയൊന്നും ഇടാറില്ല. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മുടെ വെന്തിട്ടുള്ള പൊട്ടറ്റോയും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് ഉടച്ച് കൊടുക്കുന്നുണ്ട്, എല്ലാം കൂടെ ഉടയ്ക്കുന്നില്ല കേട്ടോ. അപ്പോഴേക്കും മക്കളൊക്കെ മദർസ് ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചായയിലൊക്കെ മധുരമായിട്ട് അവർക്കും ചായയും ചപ്പാത്തിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ പിന്നാലെ ഞാനും കഴിച്ചു കേട്ടോ. കാരണം ഇപ്പോൾ കഴിക്കാൻ ടൈമില്ല എന്നുണ്ടെങ്കിലും പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു വിശപ്പൊക്കെ പമ്പ കിടക്കും, പിന്നെ കഴിക്കാനുള്ളൊരു മൂടേ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വിശപ്പിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഇങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ അപ്പോഴത്തേക്ക് ഇതാ ഫാദുക്കുട്ടിക്കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ആൾ തലമുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കാൻ കേട്ടോ. ഇതിനാണ് ആകെ രാവിലെ ടൈം തികയാതെ. കാരണം കുറച്ച് മുടി ഉള്ളതുകൊണ്ട് തന്നെ രാത്രി കെട്ടി വെച്ചിട്ട് കിടക്കാൻ പറ്റില്ല, കെട്ടി വെച്ചാൽ ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പരത്തിയിടുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് മുടിയിൽ കെട്ടുവരും.